ഈ ഗാനം കേൾക്കാത്തതായി ആരും തന്നെ ഉണ്ടാകും. കാരണം റീൽസിലൂടെ ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഗാനം. ആരായിരുന്നു പാട്രിക് ലുമുംബ എന്നുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആഫ്രിക്കൻ ഫുട്ബോൾ മാച്ചിൽ 90 മിനിറ്റും ഒരു കൈ മുകളിലേക്ക് ഉയർത്തി പാട്രിക് ലുമുംബയുടെ പ്രതിമ പോലെ നിൽക്കുന്ന ഒരു ആരാധകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റീൽസിലൂടെയൊക്കെ. ഇത് ലോകത്തിലെ ഒരു തമാശയായിട്ട് പല ആളുകളും കണ്ടിട്ടുണ്ടാകുമെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഒക്കെ ചരിത്രമാണ്. ആഫ്രിക്കയുടെ ചരിത്രം പറയുന്നു, പാട്രിക് ലുമുംബയുടെ ചരിത്രം പറയുന്നു. ആ കഥ നമുക്കൊന്ന് കേട്ടാലോ? അതൊരു വല്ലാത്ത കഥ തന്നെയാണ്. ആരായിരുന്നു പാട്രിക് ലുമുംബ? ഒരു സാധാരണ പോസ്റ്റ് ഓഫീസിലെ ക്ലർക്കായിരുന്ന പാട്രിക് ലുമുംബ 1958 ഒരു പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. ഈ പാർട്ടി രൂപീകരിക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ട് മുതൽ കോളനി വൽക്കരണത്തിലൂടെ ബെൽജിയം രാജാവായിരുന്ന ലിയോപോൾ രണ്ടാമന്റെ കീഴിലായിരുന്നു അന്നത്തെ കോങ്കോ. ലിയോപോൾ രണ്ടാമന്റെ മരണത്തോടെ കിം ബൊതുവ എന്നുള്ള അന്നത്തെ ബെൽജിയത്തിന്റെ രാജാവായിരുന്നു പിന്നീട് കോങ്കോയുടെ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. 1960 കോങ്കോയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും കോങ്കോ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് റിപ്പബ്ലിക്കൻ കോങ്കോ എന്ന പേര് വന്നത്. 1960 ജൂൺ 30-ാം തീയതി കോങ്കോയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും പുതിയ പ്രസിഡന്റിനെയും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയും രൂപീകരിക്കപ്പെടുകയുണ്ടായി. പാലേ ദില ദേശിയോ എന്നുള്ള കോങ്കോയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു അന്നത്തെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള കോങ്കോയുടെ മന്ത്രിസഭ രൂപീകരണത്തിന് ചടങ്ങും സത്യപ്രതിജ്ഞയും നടന്നത്. ഈ ചടങ്ങിൽ ആദ്യം സംസാരിക്കാൻ എത്തിയത് അന്നത്തെ ബെൽജിയം രാജാവായിരുന്ന കിം ബൊതുവ ആയിരുന്നു. കിം ബൊതുവ വാതോരാതെ ബെൽജിയം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇടയുണ്ടായി. അതായത് കോങ്കോ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറി എന്നെങ്കിലും ഞങ്ങളുടെ മേൽനോട്ടം ഇവിടെ ഉണ്ടാകുമെന്നും ഒറ്റയടിക്ക് നിങ്ങൾ ഭരണത്തെ തച്ചുടച്ച് വാർക്കാൻ ശ്രമിക്കരുതെന്നും എന്നുള്ളതും ബെൽജിയം ചെയ്ത കുറേയേറെ വികസന കാര്യങ്ങളും ഒക്കെ നിരത്തിക്കൊണ്ടായിരുന്നു അന്നത്തെ ബൊതുവ രാജാവിന്റെ പ്രസംഗം ഉടനീളം നീണ്ടു നിന്നത്. രണ്ടാമതായി സംസാരിക്കാൻ എത്തിയത് അന്നത്തെ റിപ്പബ്ലിക്കൻ കോങ്കോയുടെ പ്രസിഡന്റായിട്ടുള്ള ജോസഫ് കസബു ആയിരുന്നു. ജോസഫ് കസബുവും കിം ബൊതുവയെ വാനോളം പുകഴ്ത്തുകയും അതേപോലെ തന്നെ ബെൽജിയം ഭരണകൂടത്തെയും വാനോളം പുകഴ്ത്തുകയും ചെയ്തു. എന്നാൽ ഇത് കേട്ടു നിന്നിരുന്ന അന്നത്തെ സെനറ്റ് അംഗങ്ങൾക്കും അതേപോലെ തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്ന കോങ്കോ ജനതയ്ക്കുമൊക്കെ തന്നെയും വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇതിന് കാരണമെന്ന് പറയുന്നത് കോങ്കോ ജനതയെ ബെൽജിയം അടിച്ചമർത്തി ഭരിക്കുകയും അതേപോലെ തന്നെ അടിമ ജീവിതത്തിലൂടെയും കൊടിയ പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന കോങ്കോ ജനതയ്ക്ക് ഇത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം പ്രസംഗിക്കാൻ എത്തിയത് അന്നത്തെ റിപ്പബ്ലിക്കൻ കോങ്കോയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള പാട്രിക് ലുമുംബയായിരുന്നു. ഈ പാട്രിക് ലുമുംബയുടെ പ്രസംഗം മുൻകൂട്ടി തീരുമാനിച്ചതോ അതേപോലെ തന്നെ ആ പ്രസംഗത്തിന്റെ ടെസ്റ്റുകളോ ബെൽജിയം രാജാവിന്റെ അനുയായികളുടെ പക്കലില്ലായിരുന്നു. എന്നാൽ ഇത് പരമരഹസ്യമായിട്ട് തന്നെ അന്നത്തെ ബെൽജിയം ജനതയ്ക്കും അവിടെ തടിച്ചുകൂടിയിരുന്ന മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ തന്നെയും ഈ ടെക്സ്റ്റ് രഹസ്യമായി വിതരണം ചെയ്യുകയും ചെയ്തു. പാട്രിക് ലുമുംബ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അവിടെ കരഘോഷങ്ങൾ കൊണ്ട് ഉയർന്നിരുന്നു. കാരണം ഈ പ്രസംഗത്തിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെയും അന്നത്തെ മാധ്യമ പ്രവർത്തകർക്കിടയിലും അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻ കോങ്കോയിലെ ജനതയ്ക്കിടയിലും ഈ ടെക്സ്റ്റ് കിട്ടിയിരുന്നത് കൊണ്ട് അവർ പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ പാട്രിക് ലുമുംബ എന്താണ് സംസാരിക്കാൻ പോകുന്നത് അവർക്ക് മുൻകൂട്ടി ഒരു ആവേശം ഉണർത്തിയിരുന്നു. ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കം വായിച്ചതിന്റെ രോമാഞ്ചത്തിലായിരുന്നു അന്നത്തെ മാധ്യമ പ്രവർത്തകരും റിപ്പബ്ലിക്കൻ കോങ്കോയിലെ ജനതയും. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളവും ബെൽജിയത്തെക്കുറിച്ചോ ബെൽജിയത്തിന്റെ അപ്പോസ്തലന്മാരെ കുറിച്ചോ അല്ലായിരുന്നു, ആ ജനതയെക്കുറിച്ചായിരുന്നു, ആ ജനത അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ചായിരുന്നു. പിന്നീട് ഒരു വാചകം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം അഭിസംബോധന ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട കോങ്കോ നിവാസികളെ അതേപോലെ തന്നെ പോരാളികളെ എന്നായിരുന്നു. ഇത് ചെറുതായിട്ടൊന്നുമല്ല ബെൽജിയം രാജാവിനെ ചൊടിപ്പിച്ചത്. ഞങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ആരും ദാനമായി തന്നതല്ല, ഞങ്ങൾ പോരാടി നേടിയതാണെന്ന് കൂടി ഒരു വാചകം കൂടി പറഞ്ഞ് ബെൽജിയം നടത്തിക്കൊണ്ടിരുന്ന കോളനി വൽക്കരണത്തിലെ പീഡനങ്ങളെയും കൊടിയ ക്രൂരതകളെയും കുറിച്ച് വാതോരാതെ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ തന്നെ ബെൽജിയം രാജാവിന്റെ ഉള്ളിൽ ലുമുംബയോടുള്ള പക ഇരട്ടിയാകുകയും ചെയ്തു.
അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തു: പതിറ്റാണ്ടുകളായി നമ്മൾ നടത്തി വന്ന പോരാട്ടത്തിന് ലക്ഷ്യം കണ്ടിരിക്കുന്നു ഇന്ന് എന്നുകൂടി ചേർത്ത് അദ്ദേഹം കോങ്കോ നിവാസികളെ വീണ്ടും ഒന്നുകൂടി അഭിസംബോധന ചെയ്ത് പ്രസംഗം അവസാനിപ്പിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഏകദേശം 8 or 9 പ്രാവശ്യം കരഘോഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പ്രസംഗം നിർത്തേണ്ടി വന്നു. ഇതെല്ലാം കണ്ട് ബെൽജിയം രാജാവിനെയും ബെൽജിയം ഭരണകൂടത്തെയും അദ്ദേഹത്തിനോടുള്ള വൈരാഗ്യം കൂട്ടുവാൻ ഇടയാക്കുകയും ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണിത്. പിന്നീട് ഭരണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ലുമുംബ എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക്, നമ്മുടെ പാട്രിക് ലുമുംബയ്ക്ക് ദേശീയത വളരെ കൂടുതലായി. ഈ കോങ്കോയുടെ സ്വത്തുക്കളെല്ലാം കോങ്കോ ജനതയ്ക്ക് അവകാശപ്പെട്ടതാണ്, ഇത് ദേശസാൽക്കരിക്കണമെന്നും പറഞ്ഞ് അദ്ദേഹം ഒരു നയം കൊണ്ടുവരികയും ആ നയത്തിന് സഹായം തേടിയതോ അന്നത്തെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നിന്നിരുന്ന USSRനോടായിരുന്നു അദ്ദേഹം സഹായം തേടി ചെന്നത്. ഇത് ചെറുതൊന്നുമല്ല അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങളെ ചൊടിപ്പിച്ചത്. കാരണം സോവിയറ്റ് യൂണിയന്റെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ പാട്രിക് ലുമുംബയെയും അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻ കോങ്കോയെയും ഒരു തരത്തിലും പിടിച്ചാൽ കിട്ടില്ല. അവരുടെ സ്വത്തുക്കൾ ഒന്നും തന്നെയും തങ്ങളുടെ കൈവശം വെക്കാനോ ഉപയോഗിക്കാനോ സാധിക്കില്ല എന്നുള്ളൊരു ബോധം വരികയും അമേരിക്കൻ ചാര സംഘടനയായിട്ടുള്ള CIA അവിടെ രഹസ്യമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്തിനാണ് അമേരിക്ക ബെൽജിയത്തിനൊപ്പം ചേർന്ന് കോങ്കോയിലേക്ക് കണ്ണുവെച്ചത്? ലോകത്തിലെ തന്നെ പകുതി യുറേനിയം ഉണ്ടായിരുന്നത് കോങ്കോയിലായിരുന്നു. ഈ കോങ്കോയിലെ യുറേനിയം ഏത് രീതിയിലും കൈക്കലാക്കണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന രാജ്യമായിരുന്നു അന്ന് അമേരിക്ക. കാരണം അമേരിക്കയുടെ ചാര സംഘടന എത്തിപ്പെട്ട രാജ്യങ്ങൾ, അതായത് CIA എത്തിപ്പെട്ട ഒരു രാജ്യം പോലും നേരജോനെ ഭരണത്തിൽ ഏറിയിട്ടുമില്ല. അതേപോലെ തന്നെ ആ രാജ്യങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി പോയ ചരിത്രമേ ഉണ്ടായിട്ടുമുള്ളൂ. ബെൽജിയത്തിനോടൊപ്പം അമേരിക്കയും എന്തിനാണ് കോങ്കോയിലേക്ക് കണ്ണുവെച്ചത്? ലോകത്തിന്റെ ഏകദേശം പകുതിയോളം യുറേനിയം ഉണ്ടായിരുന്നത് കോങ്കോയിലായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് ബാറ്ററി ഉൾപ്പെടെ നിർമ്മിക്കുന്ന കൊബാൾട്ട് എന്ന് പറയുന്നതും 75% നമ്മുടെ കോങ്കോയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അമേരിക്ക ആ നാട്ടിനെ കണ്ണുവെച്ചതും ബെൽജിയത്തെ സഹായിക്കാൻ തയ്യാറായതും അവരുടെ ചാര സംഘടനയെ അങ്ങോട്ട് അയച്ചതും. പാട്രിക് ലുമുംബ പ്രധാനമന്ത്രിയായതിനു ശേഷം 3 മാസമേ അദ്ദേഹത്തിന് ഭരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായുള്ളൂ. കാരണം USSRന്റെ സഹായം തേടിയതോടെ ഈ സ്വത്തുക്കൾ മുഴുവനും കോങ്കോയിൽ ദേശസാൽക്കരിക്കുകയും അതേപോലെ തന്നെ കോങ്കോയുടെ സമ്പത്ത് അധികമായി കഴിഞ്ഞാൽ ഒരു സ്വയം ഭരണത്തിലേക്ക് കോങ്കോ നീങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അമേരിക്കയെ പോലെയും ബെൽജിയത്തിനെ പോലെയുമുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് കണ്ട് ഒരു പട്ടാള അട്ടിമറി, CIA ഉപയോഗിച്ച ഒരു പട്ടാള അട്ടിമറിയിലൂടെ റിപ്പബ്ലിക്കൻ കോങ്കോയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പാട്രിക് ലുമുംബയെ അവർ തടവറയിലാക്കുകയായിരുന്നു. 1961 ജനുവരി 17 പാട്രിക് ലുമുംബയെ അമേരിക്കൻ പട്ടാളത്തിന്റെ സഹായത്തോടെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. എന്നിട്ടും അവരുടെ പക അടങ്ങിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശരീരം സൾഫ്യൂരിക് ആസിഡിൽ മുക്കി ഉരുക്കി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോലും ആ ജനതയ്ക്ക് നൽകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് റിപ്പബ്ലിക്കൻ കോങ്കോയുടെ തലസ്ഥാനത്ത് പാട്രിക് ലുമുംബയുടെ ഒരു വലിയ പ്രതിമ അവർ സ്ഥാപിച്ചിരിക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞ ആ റീൽസിന്റെ അകത്ത് ഒരു കൈ ഉയർത്തി നിൽക്കുന്ന ആ മനുഷ്യനെ ലോകം കളിയാക്കുമ്പോഴും അതൊരു ചരിത്രമാണ്. കാരണം പാട്രിക് ലുമുംബയോടും ആഫ്രിക്കയോടും കോങ്കോയോടും ഉള്ള ഒരു ആദര സൂചകമായിട്ടാണ് 90 മിനിറ്റോളം ആ കളിയിൽ ഉടനീളം അദ്ദേഹം അനങ്ങാതെ അവിടെ നിൽക്കുന്നതും. ഇതാണ് പാട്രിക് ലുമുംബയുടെയും റിപ്പബ്ലിക്കൻ കോങ്കോയുടെയും ചരിത്രവും അമേരിക്കയുടെ ചതിക്കെണികളെ കുറിച്ചുള്ള ഒരു വാർത്തയും.